അതുലിൻ്റെ ഈ വീഡിയോ കണ്ടിരുന്നു. ഇന്നലെ ഈ ന്യൂസ് കേൾക്കുമ്പോഴും ആസ് എ പേരൻ്റ് എനിക്ക് കുറേ കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട് കേട്ടോ. വയനാട് കൽപ്പറ്റയിൽ 16-കാരനെ മർദ്ദിച്ച സംഭവത്തിൽ 17-കാരൻ അറസ്റ്റിൽ. മലപ്പുറം കരുവാരക്കുണ്ടിലെ 14-കാരിയുടെ കൊലപാതകത്തിന് പിന്നിൽ ആൺ സുഹൃത്തിന്റെ സംശയരോഗം എന്നാണ് പോലീസ് കാരണമായി പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. വയനാട് കൽപ്പറ്റയിൽ 16-കാരനെ 17-കാരൻ മർദ്ദിച്ചു. റീസൺ വേറൊന്നുമല്ല, വട്ടപ്പേര് വിളിച്ചു. എന്തോന്നടേ, പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും അടിയൊക്കെ കൂടാറുണ്ട്. കുട്ടികളായിരുന്ന സമയത്ത് നമ്മളും വഴക്കും തല്ലുമൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷെ അതൊരിക്കലും കൊല്ലാൻ വേണ്ടിയിട്ടല്ല. ഒന്നും തള്ളും ചെറിയ തല്ലും അടിയൊക്കെ ആവാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർക്കാൻ വേണ്ടിയിട്ടുള്ള അടിയാണ് അടിക്കുന്നത്. തീർക്കണം, ഓപ്പോസിറ്റ് നിൽക്കുന്നവനെ തീർക്കണം. ആ ഒരു ലെവലിലാണ് ഇന്നത്തെ പിള്ളേർ അടിയും വഴക്കും ഉണ്ടാക്കുന്നത്. എനിക്കറിയാൻ പാടില്ല. കഴിഞ്ഞ വർഷം ഷഹബാസ് എന്ന് പറയുന്ന ഒരുത്തനെ എല്ലാം കൂടി നഞ്ചക്ക് വരെ കൊണ്ടിട്ട് ഇടിച്ച് തീർത്ത്. ഇതാണ് അവസ്ഥ. ഇതിപ്പോ 2K പിള്ളേരെല്ലാവരും ഇങ്ങനെയാണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അങ്ങനെയൊന്നുമല്ല. 2K പിള്ളേരെല്ലാം നല്ല പിള്ളേരുണ്ട്. പക്ഷെ പണ്ടത്തെ കാലത്തിന് അപേക്ഷിച്ച് ഇന്നത്തെ കാലത്ത് പിള്ളേർ മുതൽ വൺ സെറ്റപ്പിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അത് എന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാലത്തിന്റെ പുരോഗമന ചിന്താഗതിയുടെ പീക്ക് ലെവലിൽ കയറിയത് കൊണ്ടാണോ, അതോ മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളെ വളർത്താനും നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണോ എന്നും അറിയില്ല. മാതാപിതാക്കൾക്ക് സമയമില്ലാത്തതിന്റെ റീസൺ വേറെ ഒന്നുമല്ല. അവർ പൈസ ഉണ്ടാക്കുന്നതിന്റെ പിന്നാലെ ഓടുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് 9-10 മക്കളുള്ള സമയത്തും അപ്പനും അമ്മയും നല്ലപോലെ എല്ലാ മക്കളെ അടിപൊളിയായിട്ട് നോക്കി നല്ല നിലകളിൽ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആകെ മാക്സിമം കൂടിപ്പോയാൽ 2 പേര് കാണും. ഈ 2 പേരെ നോക്കാൻ മാതാപിതാക്കൾക്ക് സമയമില്ല. അവർ നെട്ടോട്ടമാണ്. 2 പേർക്ക് വേണ്ടിയിട്ട് കോടികൾ സമ്പാദിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലായിരിക്കും. ഇതിന്റെ ഇടയിൽ നല്ലൊരു പാരന്റിങ് കിട്ടാതെ മക്കള് പഴിച്ചു പോകുന്ന അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സത്യം, ഒരു പരമാർത്ഥമായിട്ടുള്ള സത്യമാണല്ലേ ഞാൻ ഈ തുപ്പിയത്. നിങ്ങളല്ലെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. മിക്ക മാതാപിതാക്കളും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടും, പിള്ളേരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ പ്രസന്റ് ആയിട്ടുള്ള അവസ്ഥ പിള്ളേരുടെ പരിതാപകരമായിരിക്കും. ഇതുപോലെ ജുവനയിലൊക്കെ പോയി കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. പിള്ളേരിന്ന് അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർക്കാൻ വേണ്ടിയിട്ടാണ്. വട്ടപ്പേര് വിളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടേ. നമ്മളും ചിലപ്പോൾ അടിയും വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് ആ ഒരു രീതിയിലായിരിക്കും. അല്ലാതെ ഇങ്ങനെ തീർക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും അടിച്ച ചരിത്രം നമ്മുടെ കാലഘട്ടത്തിൽ ഇല്ല. ഞാൻ എന്തായാലും ആ ന്യൂസ് ആദ്യം ഒന്ന് കൊടുക്കാം. വയനാട് കൽപ്പറ്റയിൽ 16-കാരനെ മർദ്ദിച്ച സംഭവത്തിൽ 17-കാരൻ അറസ്റ്റിൽ. ഇയാളെ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി. ഇരട്ടപ്പേര് വിളിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. സുജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സുർജിത്ത്, 16-കാരനെ മർദ്ദിച്ച 17-കാരൻ, എന്താണ് സംഭവം? ഇവർക്കിടയിൽ ഉണ്ടായത് ചെറിയ തർക്കമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത് പിന്നീട് അടിപിടിയിലേക്ക് പോവുകയായിരുന്നോ? തീർച്ചയായും ചെറിയ തർക്കമാണ്. ഇരട്ടപ്പേര് വിളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ തർക്കമാണ്. ആ തർക്കമാണ് ഇങ്ങനെ ഒരു വലിയ ക്രൂരമായ രീതിയിലുള്ള മർദ്ദനത്തിലേക്ക് നയിച്ചത്. ഇത് കൽപ്പറ്റയിലെ മെസ് ഹൗസ് റോഡിന് സമീപം NCC ഓഫീസിന് അടുത്ത് വെച്ചാണ് ഈ ഒരു സംഭവം കഴിഞ്ഞ 21-ാം തീയതി ഉണ്ടാകുന്നത്. കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇതേ തുടർന്ന് ചികിത്സ തേടി. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 17 വയസ്സുള്ള ഒരു കുട്ടിയെ അറസ്റ്റ് ചെയ്തു. ജുവനൈൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. മറ്റ് 4 പേർ കൂടി ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്ന വിവരം. ഇതേ തുടർന്ന് ഇവരെ ഹാജരാക്കണമെന്നുള്ള നിർദ്ദേശം പോലീസ് വീട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അക്രമം, അതായത് കുട്ടിയെ കൊണ്ട് മർദ്ദിക്കുകയും ഒപ്പം തന്നെ കാല് പിടിപ്പിക്കുകയും ചെയ്ത അടക്കമുള്ള നടുക്കമുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും വലിയ അപമാനം, ആ കുട്ടിയെ അപമാനിക്കുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു മർദ്ദനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ കർശനമായ രീതിയിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് കൽപ്പറ്റ CI ജയപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇത് അന്വേഷിക്കുന്നത്. അവർ തന്നെ വ്യക്തമാക്കുന്ന കാര്യം കർശനമായ നടപടി ഇതിനകത്ത് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. ശരി, സുജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന്. ആറഞ്ചാം പുറഞ്ഞ അടി സിനിമ സ്റ്റൈലാണ്. പറന്നടി, ചാടിയടി, മലനടി, കിംബോയ്, ആ സെറ്റപ്പിലാണ് അടി. എന്തോന്നടേ പിള്ളേര്, ഏത് ലെവലിലോട്ടടേ നീയൊക്കെ ജീവിച്ചു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞ പേടിയാ. നാളെ നമ്മുടെ മക്കളും സ്കൂളിൽ പോയിട്ട് ഇതുപോലെ അടിയും ഇടിയൊക്കെ ഉണ്ടാക്കി ചോരയും തുപ്പി അടിച്ച് അലവം കീറി വരുന്ന, അല്ലെ അടി വാങ്ങിച്ചോണ്ട് അലവം കീറി വരുന്നു. ഇതൊക്കെ കാണേണ്ട ഒരു അവസ്ഥയിലൂടെയാണല്ലോ നമ്മളൊക്കെ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര പേടി തോന്നുക. പേടി കൊണ്ട് പറയുന്നതാണ്. എന്തവസ്ഥ അല്ലേ? പിള്ളേർക്ക് പറഞ്ഞ അടി ഇടിയൊക്കെയാണ്. തൊട്ടാലും പിടിച്ചാലും അടി ഇടി, വെട്ട്, കുത്ത്, ഇതൊക്കെ തന്നെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ്. എല്ലാ സിനിമ സ്റ്റൈലിലാണ്. അതുപോലെ പ്രേമം ഒരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളൊരു വാർത്ത സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മലപ്പുറം കരുവാരക്കുണ്ടിൽ 16-കാരൻ 14-കാരിയെ തീർത്ത ഒരു കേസ്. അതായത് അവൾക്ക് വേറൊരു ബന്ധമുണ്ടെന്ന് അവന് സംശയം തോന്നി അവളെ അങ്ങ് തീർത്തു. ഞാൻ ആ ന്യൂസ് ഒന്ന് കൊടുക്കാം. മറന്നവർക്ക് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിച്ചു തരാം. ആ ന്യൂസുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
അവൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടുള്ളതാവാൻ ചാൻസ് ഇല്ല. അവൻ ആരുടെയൊക്കെ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്, അതിനെ തുടർന്നിട്ടൊക്കെയാണ് ആ ഒരു പരിപാടിയെല്ലാം ചെയ്തിട്ടുള്ളതെന്ന് സാമാന്യ ബോധം വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തായാലും ആ ന്യൂസ് കേൾക്കാം. മലപ്പുറം കരുവാരക്കുണ്ടിലെ 14-കാരിയുടെ കൊലപാതകത്തിന് പിന്നിൽ ആൺ സുഹൃത്തിന്റെ സംശയരോഗം എന്നാണ് പോലീസ് കാരണമായി പറയുന്നത്. ഇതിന്റെ പേരിൽ പെൺകുട്ടിയെ 16-കാരൻ ശകാരിച്ചു. അതിനുശേഷമുണ്ടായ സംഘർഷമൊക്കെ തന്നെയാണ് ഈ ബലാത്കാരത്തിലേക്കും കൊലപാതകത്തിലേക്കും ഒക്കെ എത്തിയത്. ഈ കേസിൽ 16-കാരനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അതിന്റെ മുന്നിൽ ഹാജരാക്കിയിരുന്നു. ഈ 16-കാരനെ മാറ്റി. 14-കാരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ് സംഭവിക്കുക. നാടിനെ നടുക്കിയ കൊലപാതകമാണ് ഇത്. ഗൂഗിൾ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകും. പറയൂ ഗൂഗിൾ. തീർച്ചയായും എസ് കെ, നാടിനെ ഒന്നാകെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു ഈ 14-കാരിയുടെ കൊലപാതകം എന്ന് പറയുന്നത്. ബലാത്സംഗത്തിന് ശേഷമായിരുന്നു കൊലപാതകം എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വാർത്തയാക്കി മാറ്റിയത്. സുഹൃത്ത്, നേരത്തെ തന്നെ പരിചയമുള്ള ആൺ സുഹൃത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായത്. ഈ ആൺ സുഹൃത്തുമായിട്ടുള്ള ബന്ധത്തെ ചൊല്ലി ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് നേരത്തെ പരാതി ഉണ്ടായിരുന്നു. ഇയാളുടെ മോശം അനുഭവം, ഇയാൾ ലഹരിക്കടിമയാണ് എന്നതുൾപ്പെടെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ ബന്ധത്തെ പെൺകുട്ടിയുടെ കുടുംബം വിലക്കിയിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു മധ്യസ്ഥത വഹിക്കുകയും തർക്കം തീർപ്പാക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിനിടയിൽ പെൺകുട്ടി ഇന്നലെ രാവിലെ കാണാതാവുന്നത്. ആ കാണാതായ സമയത്ത് തന്നെ വൈകിട്ടോടുകൂടി പെൺകുട്ടിയുടെ വീട്ടിൽ ഇവർ ഈ പെൺകുട്ടിയെ കാണാനില്ല എന്നൊരു വിവരം അറിയുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു. ആ സമയത്ത് തന്നെ ഈ ആൺകുട്ടിയുമായിട്ടുള്ള ബന്ധം ചൂണ്ടിക്കാണിക്കുകയും അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിനൊടുവിലാണ് ഇപ്പോൾ ഈ ആൺകുട്ടി പിടിയിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അയാൾ തന്നെയാണ് എവിടെ വെച്ചാണ് കൊലപാതകം നടത്തിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് വിശദമായ മൊഴിയെടുപ്പിലാണ് എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതിനെ സംബന്ധിച്ച കാര്യം പുറത്തു വന്നിട്ടുള്ളത്. ഈ പെൺകുട്ടിക്ക് മറ്റൊരു സുഹൃത്തുമായി ബന്ധമുണ്ട് എന്ന് സംശയത്തിന്റെ പേരിലാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന വിവരമാണ് ഈ 16-കാരൻ നൽകിയിട്ടുള്ള മൊഴി. അതായത് അത്തരത്തിലൊരു സംഭവമൊന്നുമില്ല, പക്ഷേ ഇയാളുടെ ഈ ആൺകുട്ടിയുടെ സ്വഭാവത്തിൽ ഒരു വർഷത്തിലേറെയായി പലതരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകുന്നു. പെട്ടെന്ന് പ്രകോപിതനാവുന്നു, ദേഷ്യപ്പെടുന്നൊരു പ്രകൃതക്കാരനായി മാറുന്നു. അങ്ങനെ ഈ ആൺകുട്ടിയും പെൺകുട്ടിയും ഇന്നലെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയോട് ഈ ഇത്തരത്തിലൊരു സംശയം പ്രകടിപ്പിക്കുകയാണ്. അതിൻ്റെ പേരിലുണ്ടായിരുന്ന വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നു. കൂടുതൽ എന്നോട് ഈ രീതിയിൽ പെരുമാറിയാൽ അത് ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയുമെന്ന് പെൺകുട്ടി പറഞ്ഞതാണ് ഇയാളെ പ്രകോപിപ്പിച്ചതെന്നും പിന്നീട് അത് ബലാത്സംഗത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിക്കുകയും ചെയ്തു എന്നാണ് ഈ 16-കാരൻ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. പെൺകുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. അവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം. അതിനുശേഷം ജില്ലാ പോലീസ് മേധാവി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 16-കാരനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കി അയാളെ ഇപ്പോൾ കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും എസ് കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാവരും ഞെട്ടിപ്പിച്ചൊരു കൊലപാതകമാണ്. പെൺകുട്ടിയെ കാണാനില്ല എന്നൊരു വിവരം പുറത്തു വന്ന സമയത്ത് ഏതെങ്കിലും ഭാഗത്ത് നിന്ന് കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ കുടുംബത്തിനുണ്ടായിരുന്നു. പക്ഷേ അതാകെ തകിടം മറിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പെൺകുട്ടിയും ആൺകുട്ടിയും ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നീട് വൈകിട്ട് 6:30-ക്കും 9 മണിക്കും ഇടയിലുള്ള സമയത്താണ് ഇവർ തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടാവുകയും അത് ബലാത്സംഗത്തിലേക്കും പിന്നീട് അത് വലിയ ക്രൂരമായൊരു കൊലപാതകത്തിലേക്കും നയിക്കുകയും ചെയ്തിട്ടുള്ള എന്നൊരു വിവരമാണ് പുറത്തു വരുന്നത്. ഇന്നലെ തന്നെ പോലീസുമായി ബന്ധപ്പെടുന്ന സമയത്ത് പെൺകുട്ടിയുടെ കഴുത്തിനുൾപ്പെടെ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നു. പെൺകുട്ടിയുടെ ശരീരത്തിലാകെ പാടുകളുണ്ട്. കൈ രണ്ടും കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു. വളരെ ക്രൂരമായൊരു ബലാത്സംഗമാണ് അവിടെ നടന്നത് എന്നാണ് പ്രാഥമികമായി നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ മറുപടികൾ ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്ത് നിന്ന് അല്പസമയത്തിന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്കാൻ ഓക്കെ, സങ്കടകരമായ കാര്യമാണ് ഉണ്ടായത്. 16-കാരൻ 14-കാരിയെ സംശയിക്കുന്നു, എന്നിട്ട് ബലാത്സംഗം ചെയ്യുന്നു, കൊലപ്പെടുത്തുന്നു. അന്ന് ഈ കേസ് കത്തി നിൽക്കുന്ന സമയത്താണ് ഈ ഷിംജിതയുടെ കേസ് വന്ന് വീഴുന്നതും അതിനുശേഷം ഈ കേസ് നൈസായിട്ട് ഇതിന്റെ അടിയിൽ പെട്ടങ്ങ് പോയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ കുറെ കേസുകൾ വന്ന സ്ഥിതിക്ക് നമ്മുടെ സർക്കാരിന്റെ കുറെ കേസുകൾ അങ്ങ് മുങ്ങിപ്പോയി. ശബരിമല കേസ് അങ്ങനെ കുറേയൊക്കെ മുങ്ങിപ്പോയി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസെടുത്ത് പുറത്തിട്ടുകൊണ്ട് സർക്കാരിന്റെ ഉടായ്പകളെല്ലാം മുങ്ങി. ഇനിയിപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എടുത്ത് മേളിലോട്ടിട്ട് നിൽക്കുന്ന സമയത്താണ് ഇതെല്ലാം കൂടി വന്ന് പിന്നെ അതെല്ലാം മുങ്ങി. മൊത്തത്തിൽ ഇപ്പം അടപടലം. നാട്ടിലെ അവസ്ഥ ഇതാണ്. മലപ്പുറത്താണ് ഈ സംഭവം നടക്കുന്നത്. കരുവാരക്കുണ്ടില് 16 വയസ്സുള്ള ഒരുത്തൻ 14 വയസ്സായ ഒരു പെൺകുട്ടിയെ തീർക്കുന്നു, അതും ബലാത്സംഗം ചെയ്ത് തീർക്കുന്നു. നമ്മളൊക്കെ 16-ാം വയസ്സിൽ ചൂപ്പിക്കൊണ്ടിരിക്കുന്നു. അതാണ് അവസ്ഥ. പപ്സും തിന്ന് വല്ല ലോലിപോപ്പും വാങ്ങി ചൂപ്പിക്കൊണ്ടിരുന്ന ഒരു പ്രായം. ഇന്നത്തെ പിള്ളേർ വെൽ ഡെവലപ്ഡാണ്. ഡെവലപ്മെന്റായി ഏത് അറ്റം വരെ പോയി നിൽക്കുമെന്നൊന്നും അറിയാൻ പാടില്ല. അതുപോലെ അന്ന് ഈ കേസിൽ നമ്മൾ കുറേ നമ്മുടെ സംശയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടെ കാണാൻ പാടില്ലാത്ത ഏതോ ആൾക്കാർ 3-4 പേരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നെന്ന് ന്യൂസിൽ കേൾക്കാനിടയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ആ ആൾക്കാർ ആരാണ്? അതുപോലെ തക്കതായ രീതിയിൽ CCTV അന്വേഷിക്കണം. സ്കൂളിൽ ഒരു കുട്ടി എത്തിയിട്ടില്ല. സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടി സ്കൂളിൽ എത്തിയിട്ടില്ല. അന്നേ ദിവസം സ്കൂളിൽ എത്തിയിട്ടില്ലെങ്കിൽ സ്കൂളുകാരെന്ത് ചെയ്യണം? ആ വീട്ടുകാരെ അറിയിക്കണം, ഇന്ന് നിങ്ങളുടെ മക്കൾ വന്നില്ല, അല്ലെങ്കിൽ മകൾ വന്നില്ല, മകൻ വന്നില്ല എന്ന്.
ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എല്ലാ സ്കൂളുകളിലും അങ്ങനത്തെ ഒരു സെറ്റപ്പ് വേണം. ഒരു ദിവസം ഒരു ക്ലാസ്സിലെ ഒരു കുട്ടി വന്നില്ലെങ്കിൽ അവിടുത്തെ ക്ലാസ് ടീച്ചർ അപ്പം തന്നെ ആ വീടുകളിൽ വിളിക്കണം. വരാത്ത കുട്ടികളുടെ വീടുകളിൽ അതാത് ക്ലാസ് ടീച്ചർ വിളിച്ചിട്ട് ഇന്ന് നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ മകൻ വന്നില്ല, അതിൻ്റെ റീസൺ എന്താണെന്ന് വിളിച്ച് ചോദിക്കണം. അല്ലാണ്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് മറ്റേ ടെക്സ്റ്റ് മെസ്സേജ് ഇട്ട് ആ പരിപാടിയൊന്നും വേണ്ട. വിളിച്ച് ഡയറക്റ്റായിട്ട് ചോദിക്കണം, ഇന്ന് കുട്ടി എന്തുകൊണ്ട് വന്നില്ല. അങ്ങനത്തെ സെറ്റപ്പിൽ സ്കൂളുകൾ ഇനി പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം. കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല, പിള്ളേരൊക്കെ വഴി പഴിച്ചു പോകുന്നതിന് കൈയും കണക്കുമില്ല. അന്ന് ഈ കരുവാരക്കുണ്ടിലെ കേസിൽ വ്യക്തമായിട്ട് കുറേ ദുരൂഹതകളുണ്ട്. പക്ഷേ അടുത്ത കേസ് വന്നപ്പോൾ ഇതങ്ങ് മുങ്ങിപ്പോയി. ഇത് പിന്നെ ചർച്ചയായില്ല, ഇതങ്ങ് നൈസായിട്ട് അങ്ങ് ഒഴിയങ്ങ് പോയി. പിന്നെ ഈ പറഞ്ഞതുപോലെ വലിയ പണവും പിടിപാടും ഉള്ള ടീംസൊന്നും അല്ല. പിന്നെ മീഡിയയിൽ ചർച്ചാ വിഷയമായാണ് ആ കേസ് കുറച്ച് സെൻസേഷണൽ ആയത്. അല്ലാണ്ട് വലിയ പണവും പിടിപാടും ഉള്ള കുടുംബക്കാരൊന്നുമല്ല. അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാരന്റിങ് എന്ന് പറയുന്നത് വളരെ ഫ്ലോപ്പായ ഒരു കാര്യം തന്നെയാണ്. മക്കളെ നേരെ മാതാപിതാക്കൾ വളർത്തുന്നില്ല. അതിനെ തുടർന്നുണ്ടാവുന്ന പല ഇഷ്യൂസും നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഞാൻ മൊത്തത്തിൽ എല്ലാ പാരൻസിനും കുറ്റം പറയുകയില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, പണം ഉണ്ടാക്കുന്നതിനിടയ്ക്ക് സ്വന്തം മക്കളെ വളർത്താൻ മറന്നു പോകരുത്. അത് വലിയൊരു പ്രശ്നമായിട്ടാണ് എനിക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ എല്ലാ പോരായ്മകളും ഇന്ന് പല കേസുകളിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കുട്ടിയെ വട്ടപ്പേര് വിളിച്ചെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവന്മാരെ എടുത്തിട്ട് അടിക്കുന്നു. എന്തൊക്കെയുടെ കാണുന്നത്, അത് മറിഞ്ഞാൽ മുറിഞ്ഞാൽ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അടിക്കുന്നത്. അല്ലാണ്ട് ജസ്റ്റ് ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടല്ല. പണ്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ അടി കൂടിയിട്ടുണ്ട്, ആരെയുന്നവരെ കൊല്ലാൻ വേണ്ടിയിട്ട് അടിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു മൈൻഡ് പോലും നമുക്ക് വന്നിട്ടില്ല, അങ്ങനത്തെ ഒരു മൈൻഡിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് നേരെ അറിഞ്ഞാൽ മുറിഞ്ഞാൽ അടിക്കുന്ന തലയടിക്കുക, തലയെ പിടിച്ചിടിക്കുക, കാരണം തീർക്കുക, ദേഷ്യമുള്ളവനെ തീർക്കുക. ആ ഒരു മൈൻഡിലാണ് ഇന്നത്തെ പിള്ളേരുടെ അടിയും വഴക്കുമൊക്കെ. കാണുമ്പോൾ തന്നെ പേടിയാവുകയാണ്. നാളെ നമ്മുടെ മക്കൾ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ എന്നുള്ളൊരു പേടിയാണ്. പേടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരിക. പിന്നെ ക്ലാസ്സുകളിൽ ബുക്കുകൾ മാത്രം പഠിപ്പിക്കുന്നതല്ലാണ്ട് കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുക്കുക. പിള്ളേർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് ബുക്കിലുള്ളത് മാത്രം പഠിപ്പിച്ച് വിട്ടും കൊണ്ട് വീട്ടിൽ പോയി ഇമ്പോസിഷൻ എഴുതിക്കൊണ്ട് വരുന്ന ആ ഒരു പരിപാടിയൊന്നും ആകരുത്. ഉറപ്പായിട്ട് കൗൺസിലിങ്ങും അതുപോലെ എന്തെങ്കിലും ക്ലാസ്സുകളും സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ കൊടുക്കുക. എന്ന് വെച്ച് ബുക്കല്ല പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പിള്ളേർക്ക് ഇങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത്, ഇങ്ങനെ ആവരുത്, അങ്ങനത്തെ കുറെ കാര്യങ്ങളും സെക്സ് എഡ്യൂക്കേഷനും അതും ഇതും ഒക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സെക്സ് എങ്ങനെ ചെയ്യണമെന്നും നമുക്ക് അറിയത്തില്ല, അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല. പക്ഷെ ഇന്ന് ഇത്രയുള്ള പീക്കറി പിള്ളേർക്ക് വരെ കാര്യങ്ങളെല്ലാം വെടിപ്പായിട്ട് അറിയാം, നമ്മളെക്കാളും നന്നായിട്ട്. ആ അവസ്ഥയാണ് ഇന്ന് പിള്ളേർ പോകുന്നത്. ഈ മലപ്പുറത്ത് നടന്നിട്ടുള്ള കേസിൽ ആ കുട്ടിയാകും ബലാത്സംഗം ചെയ്തിട്ടാണ് തീർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ 16 വയസ്സുള്ളവന് കറക്റ്റായിട്ട് വെടിപ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അറിയാം. അതാണ് അവസ്ഥ, അതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ അന്ന് ആ പെൺകുട്ടി എന്ത് അടിസ്ഥാനത്തിലാണ് ഇവന്റെ കൂടെ പോയത്, ഇവൻ എന്ത് പറഞ്ഞിട്ടാണ് ആ കുട്ടിയെ കൊണ്ടുപോയത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കുറേ ദുരൂഹതകൾ ആ കേസിലുണ്ട്. ആ കേസ് നൈസായിട്ട് മുങ്ങിപ്പോയി. ആരും പിന്നെ ചർച്ച ചെയ്യുന്നില്ല. കാരണം അടുത്ത കേസ് വന്നപ്പോൾ അതങ്ങ് മുങ്ങിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് പിടിപാടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് അവിടെ അങ്ങ് തീർന്നു. ഇനി ഞാൻ ഒരു അമ്മ പറയുന്ന വോയിസ് ഞാനൊന്ന് കൊടുക്കാം. ഒരു കുട്ടിയുടെ അമ്മയാണ്. ആ ലേഡി എന്നോട് പറഞ്ഞിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട്, നമുക്കൊന്ന് കേട്ടു നോക്കാം. അതുലിൻ്റെ ഈ വീഡിയോ കണ്ടിരുന്നു. ഇന്നലെ ഈ ന്യൂസ് കേൾക്കുമ്പോഴും ആസ് എ പേരൻറ്റ് എനിക്ക് കുറേ കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാനിപ്പോൾ അതുലുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇപ്പം പണ്ട് ഞങ്ങളൊന്നും വളർന്ന കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടം. ഇപ്പം തന്നെ നമ്മുടെ ചുറ്റിനും നമ്മളൊന്ന് പോകുമ്പം കുട്ടികളുടെയൊക്കെ ഡ്രസ്സിങ് പാറ്റേൺ ഒന്ന് നോക്കണം. അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ. പണ്ടൊക്കെയാണെങ്കിൽ ആൺകുട്ടികൾ വളരെ നീറ്റായിട്ട് തലമുടിയൊക്കെ വെട്ടി വളരെ ഇതിൽ നടക്കുന്നവരിത്. അപ്പോഴും പെൺകുട്ടികളാണേലും അതെ നടക്കുന്ന ഒരു രീതി. അപ്പോൾ ഇപ്പോഴത്തെ ഒരു തലമുറയെ നമ്മളത് ചോദ്യം ചെയ്ത ഉടനെ പറയുന്നത് എന്താണോ, ഒരാളുടെ വസ്ത്രധാരണം ഒരാളുടെ വ്യക്തി താല്പര്യമാണ്, അല്ലെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിനെ നമ്മളൊന്നും പറയുന്നില്ല. വ്യക്തി സ്വാതന്ത്ര്യം ആയിക്കോട്ടെ, നിങ്ങൾ മാന്യമായ വസ്ത്രം ധരിക്കണം എന്നുള്ളത് ഒരു പേരൻറ്റിന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് ഇന്ന്. പിന്നെ ഈ ഒരു കേസിൽ, പർട്ടിക്കുലർ കേസിൽ പേരൻസ് മാത്രമല്ല, അവിടെ മാത്രമല്ല വീഴ്ച പറ്റിയത്, സ്കൂളിലും വീഴ്ച പറ്റിയിട്ടുണ്ട്. ഒരു കുട്ടി രാവിലെ ഇവർ അറ്റൻഡൻസ് എടുക്കുമ്പം ഒരു കുട്ടി ക്ലാസ്സിലില്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർ പേരൻസിന് മെസ്സേജ് വിട്ടില്ല, ഇന്നത്തെ ദിവസം ആബ്സെൻ്റ് ആയവർ ഇങ്ങനെയാണ് എന്നുള്ളത്. കാരണം ഇന്നെല്ലാവരും വാട്സപ്പ് ത്രൂ മെസ്സേജ് വിടുന്ന സ്കൂളുകളുടെ ഒരു രീതി അങ്ങനെയാണ്. കാരണം എൻ്റെയൊക്കെ മകളുടെ സ്കൂളിൽ ബദനിയിൽ വരുന്നത്, അവർ അന്നത്തെ ദിവസം രാവിലത്തെ അറ്റൻഡൻസ് കഴിയുമ്പം നമുക്ക് പേരൻറ്റിന് മെസ്സേജ് വരും, ഇന്നത്തെ ആബ്സെൻ്റ് ഇന്നവരാണ്. അതേപോലെ ഒരു കുട്ടി ആബ്സെൻ്റ് ആയാൽ പേരൻറ്റ് തന്നെ വിളിച്ച് പറയണം,
ഇന്ന് എൻ്റെ മകൾ വരില്ല, അത് നേരത്തെ തന്നെ ടീച്ചറിൻ്റെ അടുത്ത് അറിയിച്ചിരിക്കണം. അല്ലെങ്കിൽ അന്ന് ദിവസം ടീച്ചർ വിളിച്ചിട്ടുണ്ടാവും, രാവിലെ അറ്റൻഡൻസ് കഴിയുമ്പോൾ വിളിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ട് വന്നിട്ടില്ല എന്നുള്ളത്. രണ്ടാമത് കണ്ടുവരുന്നത് ഇന്നത്തെ ഒരു രീതി, ഇന്നത്തെ പേരൻറ്റിങ്ങിലുണ്ട്. അത് പണ്ടും ഉള്ള പേരൻറ്റിങ്ങിലും ഉണ്ടായിരിക്കാം കുഴപ്പം. പണ്ടും പല രീതിയിലുള്ള പീഡനങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ വളരെയധികം സജീവമായത് കാരണം കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെയൊക്കെ ചെവികളിലെത്തുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു പേരൻറ്റിങ്ങിൽ വരേണ്ട ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ കുട്ടികളൊന്ന് വളർന്നു വരുമ്പോൾ തന്നെ ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കത്തില്ല. ഇച്ചിച്ചി വിഷയമല്ല ഈ കാര്യങ്ങൾ. വളരെ കൃത്യമായിട്ട് ഒരു കുട്ടിക്ക് ഗൈഡൻസ് കൊടുക്കാൻ ഒരു പെൺകുട്ടിക്ക് ഒരമ്മയ്ക്കേ കൊടുക്കാൻ പറ്റുള്ളൂ, ഒരാൺകുട്ടിക്ക് ഒരച്ഛനുമേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്നതാണ്, നീ വേറൊരാളെ കാണുമ്പോൾ നിൻ്റെ പ്രായത്തിലോ നിനക്ക് ഇളയതോ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ നിന്നേക്കാൾ മുതിർന്നതായാലും ഒരു പെൺകുട്ടിയെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് അവൻ റോൾ മോഡലാക്കുന്നതും അവൻ്റെ ഫാദറിനെ ആയിരിക്കും. ഏറെക്കുറെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതും ഒരു ഫാദറിനാണ്. അങ്ങനെയും ഉണ്ട്. പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരമ്മയായിരിക്കണം ഇത് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഇവർക്കൊരു 7th 8th ഒരു 6th ആകുമ്പോൾ പെൺകുട്ടികൾക്കും ഹോർമോൺ ചേഞ്ചസ് വരും, ആൺകുട്ടികൾക്കും വരും. ആ ടൈം അത് കറക്റ്റിന് അവരോട് പറഞ്ഞു കൊടുക്കണം. ഇന്ന പോലെ വരും, ഇന്നതാണ് കാര്യങ്ങൾ. പിന്നെ ഈ വന്ന കാലത്ത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മൾ അതുൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഞെട്ടിയിരുന്നു പോകും ഓരോരോ കാര്യം. എൻ്റെ മകൾ കോവിഡിന് ശേഷമാണ് കേട്ടോ ഇത് കുറച്ചുകൂടെ കൂടിയത്. കാരണം കോവിഡ് ടൈമിലാണ് കുട്ടികൾ കൂടുതലായിട്ട് മൊബൈലിലേക്ക് മാറുന്നത്. കാരണം ഈ ക്ലാസ്സുകളധികവും ഇതിലേക്കായി, കുട്ടികൾ കൂടുതലും മൊബൈലിൻ്റെ യൂസ് കൂടി. അവർക്കതെങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ മിസ്യൂസ് ചെയ്യാം എന്നൊക്കെ ഇവർ പഠിച്ചു. അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന മിക്ക കുട്ടികൾക്കും സ്നാപ്ചാറ്റ്, ഇൻസ്റ്റഗ്രാം, ചെറിയ കുട്ടികൾക്ക് എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? എന്താണ് അവർ അതിനകത്ത് ഫോട്ടോ ഇടുക? ഇതിനകത്തുള്ള ചതിക്കുഴികളൊന്നും തന്നെ അവരോട് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും ഉൾക്കൊള്ളണമെന്നൊന്നുമില്ല. ഒരു കുട്ടിയാകുമ്പം ആ കുട്ടിയല്ല കുറേ കഴിയുമ്പോൾ പേരൻറ്റിനെ ഗൈഡ് ചെയ്യുകയും ഭരിക്കുകയൊക്കെ ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ മിക്കയിടത്തും കാണുന്നത്, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, പലയിടത്തും കുട്ടികളാണ് അച്ഛനെയും അമ്മയും വിരൽ തുമ്പേ നിർത്തുന്നത്. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ അച്ഛനും അമ്മയും ഒന്ന് പറയും, നമ്മളൊക്കെ കേൾക്കും. ഇപ്പം നേരെ തിരിച്ച്, അവർ പറയും, നമ്മൾ കേൾക്കും എന്നുള്ള രീതിയാണ് കേട്ടോ. പക്ഷേ എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചാണ്. ഞാനൊരു സിംഗിൾ പേരൻ്റ് ആയത് കൊണ്ട് തന്നെ ഒറ്റ ഇതിൽ ഒരു കാര്യം ഒരു വട്ടം പറയാം, അടുത്തതിന് കൊടുക്കും തല്ല് കൊടുക്കേണ്ടടുത്ത് നമ്മൾ കുട്ടികളെ തല്ല് കൊടുക്കും. അതിൻ്റെ പേരിൽ കുട്ടി ആത്മഹത്യ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അങ്ങ് ചെയ്യട്ടെ എന്ന് വെക്കണം. ഞാൻ എൻ്റെ മോളോടും പറഞ്ഞിട്ടുണ്ട്, ഒരു തല്ലിൻ്റെ പേരിൽ, ഒരു തല്ല് കൊണ്ടതിൻ്റെ പേരിലൊക്കെ ആത്മഹത്യ ചെയ്യുകയാണ് എന്നെ ചത്തോട്ടെ, അങ്ങനെ ഞാൻ വിചാരിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ ഒരാൾ വഴക്ക് പറഞ്ഞു അതിൽ ആത്മഹത്യ ചെയ്യണം, ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ, ആ ഒരു രീതിയുള്ള ഒരാളാണ് ഞാൻ. പിന്നെ തല്ലുക എന്ന് പറഞ്ഞാൽ അറഞ്ചം പുറഞ്ഞം തല്ലുക എന്നല്ല, തല്ലിയത് കൊണ്ട് ഒരാളുടെ ശരീരം വേദനിക്കും എന്നൊക്കെയാണെങ്കിലും നമുക്കൊക്കെ കിട്ടിയ തല്ലിന് വല്ല കയ്യും കണക്കും ഉണ്ടോ? എനിക്കൊന്നും കിട്ടിയ തല്ലിന് കയ്യും കണക്കുമില്ല കേട്ടോ. എനിക്ക് എൻ്റെ അമ്മയുടെയൊക്കെ കയ്യിൽ നിന്ന് കിട്ടുന്നത് വെച്ചായിരുന്നു തല്ലുന്നത്. അച്ഛൻ പിന്നെ ഇതിന് മര്യാദക്കാരനായിരുന്നു, അച്ഛൻ വടിയൊക്കെ എടുത്തേ തല്ലത്തുള്ളൂ. അത് വർഷത്തിൽ ഒരിക്കലേ കിട്ടത്തുള്ളൂ, കിട്ടുമ്പോൾ നല്ല ഹിതത്തിലുമായിരിക്കും കിട്ടുന്നത്. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനല്ല, അവർക്ക് ഒന്ന് തല്ലിക്കഴിഞ്ഞാൽ, എൻ്റെ 2-3 വീടിനപ്പുറം ആണ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്തത്. അമ്മ ടി വിയുടെ റിമോട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേര്, വഴക്ക് പറഞ്ഞതിൻ്റെ പേര്. അവൻ നല്ല സുന്ദരമായിട്ടാണ് ഫാനിൽ കുരുക്കിട്ട, കാരണം അവൻ ചൂണ്ടയിടുന്ന പയ്യനാണ്. അവൻ കുരുക്കിട്ടു, അവൻ മരിച്ചു. പക്ഷേ ആ അമ്മയുടെ ഒരു വേദന അപ്പോഴും ഞാൻ എൻ്റെ മകളോട് പറഞ്ഞതാണ്, ഒരമ്മ വഴക്ക് പറഞ്ഞു ഒരു കാര്യത്തിന്, അല്ലെ ഒരച്ഛൻ വഴക്ക് പറഞ്ഞു, അതിൻ്റെ പേര് നീയൊക്കെ ആത്മഹത്യ ചെയ്യുകയാണ്. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്, ചെയ്യട്ടെ, അതിനത്രയേ ഉള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ വളർത്തിക്കൊണ്ടുവരുന്നത് ജനിച്ച് വീഴുമ്പോഴേ ഇവരാരും വളർന്നു വരികയല്ലല്ലോ, അതങ്ങനെ. പിന്നെ ഈ ഒരു കേസിൻ്റെ കാര്യം പറയുമ്പം 14 വയസ്സുകാരൻ എങ്ങനെയൊക്കെ പോകുന്നു എന്ന് അവൻ്റെ അച്ഛനും അമ്മയും ഒട്ടും അറിഞ്ഞിരുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഈ പെൺകുട്ടിക്കൊരു ബുദ്ധിമുട്ടുണ്ടായപ്പം ഈ പെൺകുട്ടിയുടെ പേരൻസ് എന്തായാലും അവൻ്റെ പേരൻസിനെ വിളിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവൻ്റെ പേരൻസിനും ഇതിനകത്തൊരു പങ്കുണ്ട്. അവരെടുത്ത ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആയിരുന്നെങ്കിൽ ഇന്ന് അവൻ ഇങ്ങനത്തെ തെമ്മാടിത്തരം കാണിക്കാൻ ആകത്തുണ്ടായിരുന്നില്ല. മകനെ വരച്ച വരെ നിർത്തിയിരുന്നെങ്കിൽ ഇത് വരുത്തില്ല.
പിന്നെ ഈ ഒരു കാര്യത്തിൽ അവൻ തന്നെ അല്ല, ഒറ്റയ്ക്കല്ല ചെയ്തതെന്ന് ആൾക്കാർ പറയുമ്പോഴും ഈ പെൺകുട്ടിയുടെ ഒരു സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയില്ല കേട്ടോ. ഒരു മരിച്ചുപോയൊരു കുട്ടിയാണ്, അതിനെ കുറ്റപ്പെടുത്തുമൊന്നുമല്ല. 14 വയസ്സുള്ളൊരു കുട്ടി ചിന്തിക്കേണ്ട കാര്യങ്ങളാണോ അവളും ചെയ്തത്? അവളുടെ ഉള്ളിലും ഉള്ള തൻ്റെ ഇടം എന്ന് പറയുന്നുണ്ടല്ലോ. എനിക്ക് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ ന്യൂസ് കേട്ടപ്പോൾ എനിക്കത്ര വലിയ ആ കുട്ടിയോടൊരു സെൻറ്റിമെൻറ്റ്സ് തോന്നിയില്ല കേട്ടോ. തോന്നാൻ ഞാൻ വേറെ ഒന്നും കൊണ്ടിട്ടല്ല. ഒരു 14 വയസ്സിൽ കാണിക്കേണ്ട ഒന്നുമല്ല അവൾ കാണിച്ചിട്ടുള്ളത്. അവളുടെ വിവരമില്ലായ്മ ഒന്നുമല്ല. അവളുടെ പേരൻസ് എന്തായാലും അവളെ ഉപദേശിച്ചിട്ടുണ്ടാവും. എന്നിട്ടും അഹങ്കാരം കാണിച്ചതിന് കിട്ടിയതാണ്. പിന്നെ ചിലപ്പോൾ അമ്മയെ ഓർക്കുമ്പോൾ ഒരു ഇത് കാണുമായിരിക്കും. എല്ലാവരും നാളെ കുറ്റപ്പെടുത്തുന്നത് അവർക്ക് അങ്ങനെ പറയാമായിരുന്നു എന്നായിരിക്കും. ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, മക്കളെ വളർത്തുമ്പോഴുണ്ടാകുന്ന ചില കുഴപ്പങ്ങളാണിത്. വളർത്തുദോഷം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അവരുടെ നിസ്സഹായാവസ്ഥ. കാരണം അവർ തന്നെ ഫീഡ് ചെയ്ത് ഈ കുട്ടികളെ വേറൊരു ലെവലിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഈ അടയ്ക്കയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാമെന്ന് പറയാം. അടയ്ക്ക മരമായിട്ട് നമ്മൾ ഉപദേശിക്കാൻ ചെല്ലുമ്പം ഇതുങ്ങൾ നേരെ തിരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി ഇവൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് ഈ സ്റ്റോറി മൊത്തം കണ്ടപ്പം തോന്നിയ 2-3 മൂവീസ് റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ. ഒരു സിദ്ധാർത്ഥിൻ്റെ, ഒരു തമിഴ് നടൻ, ഒരു സിദ്ധാർത്ഥിൻ്റെ ഒരു മൂവി ഉണ്ടായിരുന്നു. കുട്ടികളെ ഇതേപോലെ ഒരു പൊന്തക്കാടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി, കാരണം ഇതേപോലെ റേപ്പ് ചെയ്ത് ഇതാക്കുന്ന ഒരു മൂവി സിദ്ധാർത്ഥിൻ്റെയാണ്. തമിഴ് നടൻ സിദ്ധാർത്ഥിൻ്റെ ഒരു മൂവി ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഇപ്പോഴത്തെ ഈ ഒരു രീതി കൈകെട്ടുന്ന കളങ്കാവലിലാണ് കാണുന്നത്. അതിൻ്റെയൊക്കെ അതിർപ്രസരമുള്ളവരാണ്. എന്തൊക്കെയായാലും ഇതൊക്കെ ചെയ്തിട്ടുള്ളവർ ക്രിമിനൽ ഇത് തന്നെയാണ്. ഇവനെയും നാളത്തേക്ക് ദുർഘട പരിഹാര പാഠശാലയിലൊക്കെ വിട്ട് കൊണ്ടുവന്നാൽ ഇവൻ ഇനി നാളെ എന്തൊക്കെ കാണിക്കും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ളവനെ ഒന്നും വെച്ചോണ്ടിരിക്കരുത്, അങ്ങ് തീർത്തേക്കണം. അത്രയേ ഉള്ളൂ. ഇവനൊക്കെ വളർന്നു വരാനേ പാടില്ല. ഓക്കെ, കേട്ടല്ലോ. ഇതൊക്കെയാണ് പഴയ ആൾക്കാർക്ക് പറയാനുള്ളത്. ഞാൻ ഒരു കാര്യം പറയാം. ഇന്നത്തെ പിള്ളേരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇവിടെ വലിയൊരു പ്രതിസന്ധി തന്നെ നമ്മൾ നേരിടേണ്ടി വരും. കാരണം യുവതലമുറ നശിച്ച് നാറാണത്തായിക്കൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ സൈഡിൽ നിന്നും ക്രിമിനൽസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എന്ന് പറയുന്നില്ല, പക്ഷേ ക്രിമിനൽസ് എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിലോട്ട് പോകുന്നവർ എക്സ്ട്രീം ലെവലിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലഹരിക്ക് അടിമ, സെക്സ്, അതുപോലെ സ്കൂളിൽ കാണിക്കുന്ന കന്നന്തിരിവുകൾ, അതും ഇതും എല്ലാം ചപ്പ് ചവർ, അടി, വഴക്ക്, ഇടി. അടിയൊക്കെ എന്ന് പറഞ്ഞാൽ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അടിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ യുവതലമുറകൾ, വളർന്നു വരുന്ന കുട്ടികളടക്കം നശിച്ച് നാറാണത്തായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്കൂളുകളിൽ കൃത്യമായ രീതിയിൽ ഓരോ കൗൺസിലിങ്ങും കാര്യങ്ങളും പിള്ളേർക്ക് കൊടുക്കുക. പിന്നെ ഏറ്റവും മെയിൻ ഘടകം വീട്ടിൽ പാരൻസ് ആണ്. കുട്ടികളുമായിട്ട് നല്ല ഇന്ററാക്ഷൻ ഉണ്ടാവണം. കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അന്നുള്ള കാര്യങ്ങൾ ചോദിക്കുക. ഇന്ന് സ്കൂളിൽ എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്, എല്ലാം നല്ലപോലെ അന്വേഷിക്കുക. അല്ലാണ്ട് രാവിലെ കുട്ടികൾ സ്കൂളിലോട്ട് പോകുമ്പോൾ പാരൻസും 2 ബാഗും തൂക്കി അവരെ വാക്ക് ജോലിക്കും പോയി, വൈകിട്ട് കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ പാരൻസ് വീട്ടിൽ കാണൂല, പാരൻസ് ജോലിയിലായിരിക്കും. കുട്ടികൾ വീട്ടിൽ വന്നിട്ട് അവരെന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് അറിയില്ല. ഇനി ട്യൂഷൻ എങ്ങാണ്ട് പോയിട്ട് അടുത്ത് വന്നിട്ട് പിള്ളേരെ തോന്നിയ ദിവസത്തിന് നടക്കും. ഫോണുകൾ കയ്യിൽ കാണും. ഈ ഫോണൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്യൂസിങ്ങിന്റെ പീക്ക് ലെവൽ ഐറ്റമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ രീതിയിലാണ് കുട്ടികൾ ഈ ഫോണൊക്കെ മിസ്യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാ രീതിയിലും ഇന്ന് കൈവെള്ളയിലുണ്ട്. എടുത്തു വെച്ച് ആവശ്യമുള്ള എല്ലാം നോക്കും, കാണും, സെർച്ച് ചെയ്യും. ഇതൊക്കെ തന്നെയാണ് പരിപാടി. തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയൊരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലോട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും മെയിൻ പങ്ക് മാതാപിതാക്കൾക്ക് തന്നെ ഞാൻ പറയത്തുള്ളൂ. നേരെ ചോ കുട്ടികളെ വളർത്തത്തില്ല തന്നെ. ലാളിച്ച് കൊഞ്ചിച്ച് 1-2 ഓൺലൈൻ എടുത്തു വെച്ച് ചുംബിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആ പിള്ളേർ എന്തൊക്കെ രീതിയിൽ ഏതൊക്കെ കാര്യങ്ങളാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് ഒന്നും അന്വേഷിക്കുന്നില്ല. അവർ പണം ഉണ്ടാക്കുന്ന തിടുക്കത്തിലും ഓട്ടത്തിലും മാത്രം. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ലപോലെ അത് ഫ്യൂച്ചറിനെ ബാധിക്കും. പണ്ട് വല്ല ആണ്ടിലുമാണ് എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ ഈ കുട്ടികളുമായി റിലേറ്റ് ചെയ്തിട്ട് കേൾക്കുന്നത്. ഇപ്പോൾ ആഴ്ചയിൽ 3 എണ്ണം ഈ കണക്കിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ മലപ്പുറം കരുവാരക്കുണ്ടിൽ, ഇപ്പോൾ വയനാട് കൽപ്പറ്റയിൽ, ഇങ്ങനെ ഓരോ ആഴ്ചയിൽ ഓരോ സ്ഥലത്ത് ഓരോ ന്യൂസുകളാണ് കാണുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട ന്യൂസ് പറയണ്ടല്ലോ, ഷഹബാസിന്റെ കേസ്. എല്ലാവരും കൂടെ ഒരു പാവം പയ്യനെ എല്ലാ ക്രിമിനൽസ് ആയിട്ടുള്ള കുറെ നാറികൾ ചേർന്നിട്ട് തീർത്ത്, എന്നിട്ട് അവനെയൊക്കെ പിടിച്ചുകൊണ്ട് ജുവനയിൽ ഇട്ടിട്ട് 10ാം ക്ലാസ്സിന്റെ പരീക്ഷ ആയതുകൊണ്ട് പരീക്ഷ എഴുതാനും സമ്മതിച്ചിരിക്കുന്നു. എന്തിന് MBBS ആക്കി വിടാനേ അടുത്ത്. ഇതൊക്കെയാണ് അവസ്ഥ. ഇനി ഈ നാറികളെ പിടിച്ച് ജയിലിൽ അടയ്ക്കണം.
ജയിലിലടച്ച് അവിടെ കൊണ്ടിട്ട് ഇടിച്ച് പരിപ്പളക്കണം. അതാണ് ചെയ്യേണ്ടത്. അവന്മാർ ആ പയ്യനെ എടുത്തിട്ട് അടിക്കുന്ന നിങ്ങൾ വീഡിയോ കാണണം, സങ്കടം വരും. കയ്യിൽ കിട്ടിയാൽ പിടിച്ച് ഇടിക്കാൻ തോന്നും ഈ നാറിയമായ മോന്മാരെ. അമ്മാതിരി ലെവലിലാണ് അവനൊക്കെ അവിടെ കിടന്ന് കാണിക്കുന്ന തിളപ്പുകൾ. പ്രായമായില്ല, പ്രായപൂർത്തിയായില്ല, അറിവില്ലാത്ത പ്രായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഇറക്കി വിടും. ഒന്നുമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് വേറെ സത്യം. ഇതുപോലെയുള്ള നാറികളെ അവിടെ കൊണ്ടിട്ട് തീറ്റി പറ്റിയിട്ട് ജൂനലിലിട്ട് 2 കറക്കിട്ട് തിരിച്ച് വീട്ടിൽ പറഞ്ഞു, ഇങ്ങനെയൊന്നും ചെയ്യില്ല, ദുർഗുണ പരിഹാര പാഠശാല. ഇതൊക്കെയാണ് അവസ്ഥ. വേറൊരുത്തം പോയിട്ടുണ്ട്, 16 വയസ്സായ 14 വയസ്സായ ഒരു പെൺകുട്ടിയെ തീർത്തിട്ട്. എന്ത് ശിക്ഷ കൊടുക്കും? ഒരു തേങ്ങയും കൊടുക്കാൻ പോകുന്നില്ല, ഒരു തേങ്ങ ഇവിടെ നടക്കാനും പോകുന്നില്ല. ഇവിടെ തക്കതായ ശിക്ഷ കൊടുത്ത് ഇതുപോലുള്ള മോന്മാരെയൊക്കെ തക്കതായ രീതിയിൽ കൊടുക്കേണ്ട മറുപടി കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തു വിടണം. കഴിഞ്ഞ വർഷം ഷഹബാസിന്റെ കേസിൽ അന്ന് തലയെ കൈ വെച്ച് പറഞ്ഞു, നീയൊക്കെ ആ മോന്മാരെ പരീക്ഷ എഴുതിപ്പിക്കരുതേ എന്ന്. കേട്ടില്ല, അമ്മാരെ പരീക്ഷ എഴുതിപ്പിച്ച്. അടുത്തുള്ള പിള്ളേർ ഇതൊക്കെ കണ്ടല്ലേ വളരുന്നത്. അവര് വിചാരിക്കും, നമ്മളെന്തെങ്കിലും ചെയ്താൽ 2 ദിവസം അവിടെ ദുർഗുണ പരിഹാര പാഠശാല പോയിട്ട് 2 കറങ്ങി വരാം. പരീക്ഷ എല്ലാം അവിടെ എഴുതിപ്പിക്കും, എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. പിന്നെ നമ്മളെന്തിനാ ഇടിക്കണാനൊക്കെ ഇടിയിടാ, കൊല്ലണാനൊക്കെ കൊല്ലടാ, ഒരു പ്രശ്നവുമില്ല. ഷഹബാസിനെ തീർത്തിട്ട് പോലും അവന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെയാണ് ഇവന്മാരെ ഇടിച്ചിട്ട് ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല. അത് തന്നെയാണ് മറ്റൊരു വാസ്തവം. എന്തായാലും കാലഘട്ടം വെറും കോഞ്ഞാട്ടയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് ഇന്നത്തെ തലമുറയിലെ പിള്ളേർ നശിക്കുന്നതെന്ന് അറിയാൻ പോലും വയ്യ. പേടിയാ. ഇന്ന് വഴിയിൽ പിള്ളേർ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പോയി ഇടപെടാൻ പേടിയാണ്. അവന്മാർ വല്ല അടിയാളും എടുത്ത് നമ്മളെ വീശിയിടും. ഞാൻ ഇടയ്ക്ക് എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂ ഇയറിന് എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് കുറേ 2K ഫുണ്ടകൾ വന്ന് കിടന്ന് കുടിച്ചു കൂത്താടി കിടക്കുകയാണ്. റോട്ടിൽ എഴഞ്ഞ് വാളും വെച്ച് കോഞ്ഞാട്ടായി കിടക്കുകയാണ്. ചോദിക്കാനും പറയാനും ഒരു വട്ടിക്കുഞ്ഞില്ല. ഇത്രയും ഭീകരി പൈലുകളെ ഈ വീട്ടുകാർ ശ്രദ്ധിക്കുന്നില്ല. ന്യൂ ഇയറാ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഇറക്കി വിട്ടിരിക്കുകയാണ്. അമ്മ എവിടെ നിന്നൊക്കെ കുറെ ബൈക്ക് കൊടുത്തോണ്ട് തേരാപാര അടക്കാണ്. ചോദിക്കാൻ പോയാൽ നമ്മളെ വല്ല എടുത്ത് വെട്ടിയിടും. എന്തിന് ഞാൻ പോയി അടി വാങ്ങണത്? വല്ല ആവശ്യമുണ്ട്? ഒരാവശ്യമില്ല. അതാണ് അവസ്ഥ. ഈ വീട്ടുകാർ പിള്ളേരെ ശ്രദ്ധിക്കുന്നില്ല, നോക്കുന്നില്ല. അവരെവിടെ പോകുന്നെന്നോ എന്ത് ചെയ്യുന്നെന്നോ ഒന്നും നോക്കുന്നില്ല. പാരന്റിങ് വളരെ മോശമാണ് ഈ കാലഘട്ടത്തിൽ. പണ്ടത്തെ കാലഘട്ടത്തൊന്നും ഇത്രയും പ്രശ്നങ്ങളില്ല. ഇന്ന് മാതാപിതാക്കൾ പിള്ളേരെ നോക്കുന്നില്ല. എന്നിട്ട് ഒരു പ്രായം കഴിയുമ്പോൾ എന്തെങ്കിലും കന്നം തിരിവുകൾ തൂക്കുമ്പോൾ നേരെ പോകും പിള്ളേർ. എന്തിനാടാ നീ അങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ പോടത്തായി എന്ന് പറഞ്ഞ് തിരിച്ച് മക്കൾ തന്തയെ വിളിക്കുന്ന ഒരു ഘട്ടത്തിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. തന്തയെ തല്ലികളാണ് ഇന്നത്തെ മക്കൾ. അതെന്തുകൊണ്ടാ? ആദ്യം മുതലേ, കുഞ്ഞുനാൾ മുതലേ കുട്ടികളെ ശാസിച്ച് വളർത്തുന്നില്ല. ഇന്ന് അടി കൊടുക്കാൻ പാടില്ല. പണ്ട് നമ്മളൊക്കെ അടി കിട്ടി വളർന്നതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത്. അല്ലെ തലകറിച്ച് പെയ്യാന്. സത്യം, അടി കിട്ടി വളർന്നതുകൊണ്ടാണ്. ഇന്ന് കുട്ടികളെ അടിച്ചു കഴിഞ്ഞാൽ അയ്യോ തീർന്നു, പിന്നെ വേറെ കേസ് വകുപ്പ് വേറെയായി. മാതാപിതാക്കൾ പിള്ളേർ അടിച്ചാൽ വരെ കേസാണ്. അതാണ് അവസ്ഥ. ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണ്. എന്ത് ചെയ്യാൻ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാത്തിലും കുറെ വിഷയങ്ങളുണ്ട്. ഇവിടെ നിയമത്തിലും സിസ്റ്റത്തിലും പാരന്റിങ്ങിലും മൊത്തം കാര്യങ്ങളിൽ വിഷയമാണ്. കുട്ടികളിൽ ലഹരി വസ്തുക്കൾ എത്തുന്നു. എങ്ങനെ എത്തുന്നു? ഏത് വഴി എത്തുന്നു? ഇതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എത്തുന്നതൊക്കെ വലിയ കൊമ്പന്മാരുടെ അനുവാദത്തോടെയും ഒക്കെ തന്നെയാണ്. അതെത്തേണ്ട രീതിയിലങ്ങ് എത്തുന്നുണ്ട്. കുട്ടികളുടെ കയ്യിൽ ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് സ്കൂളിൽ പഠിക്കുന്നവന്മാരും വലിച്ചു കയറ്റിക്കൊണ്ട് പോച്ചുകൊണ്ടൊക്കെയാണ് നടക്കുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് വശം. എന്നിട്ട് കുറെ കഴിയുമ്പോൾ കുട്ടികൾ ലഹരി വലിച്ചു, മറ്റത് വലിച്ചു, കള്ളു കുടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ എത്തുന്നത് എങ്ങനെയാണ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എൻ്റെ ക്വസ്റ്റ്യനും അതാണ്. കൂടുതലൊന്നും പറയാനില്ല. പാരന്റിങ്ങും നന്നാക്കി, സിസ്റ്റവും നന്നാക്കി പിള്ളേരെ നേർവഴിയിലേക്ക് നടത്താൻ നോക്ക്. അല്ലെങ്കിൽ കുറച്ചുകൂടി നാൾ കഴിയുമ്പോൾ ഇവിടെ മൊത്തം തീരും. യുവതലമുറ കോഞ്ഞാട്ടയിലോട്ട് പോകും. വെറും ഗുണ്ടകളെയാണ് ഇന്ന് വാർത്തെടുത്തോണ്ടിരിക്കുന്നത്. അതുപോലെ കുറെ അപരാധി മക്കളെയാണ് വാർത്തെടുത്തോണ്ടിരിക്കുന്നത്. എനിക്കൊന്നും പറയാനില്ല, ഇത്രയേ പറയാനുള്ളൂ. തക്കതായ രീതിയിൽ ഇവിടുത്തെ സിസ്റ്റവും മാറി, പാരന്റിങ്ങും ഒക്കെ മാറി, മക്കളെയൊക്കെ നേരെ വളർത്തി മക്കളുടെ കാര്യമൊക്കെ നോക്കി ഉണ്ടാക്കി ഇടുന്നതിനൊക്കെ നോക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കി ഇട്ട് ജീവിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾ പണത്തിന്റെ പിന്നാലോടും, മക്കളെ തോന്നിയ അസത്തിനോട്. ഇതൊക്കെ നടക്കത്തുള്ളൂ. ഒന്നും പറയാനില്ല കൂടുതൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.